Hi dears, welcome back to our channel. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ആം ഹോൾ കട്ട് ചെയ്തതിന് ശേഷം സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിന്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് എത്ര ആണെങ്കിലും ഒരുപാട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ടും ചിലപ്പോൾ നല്ല വണ്ണമുള്ളവർക്ക് കൈക്കുഴിയൊക്കെ അവിടെ നല്ല ചുളുക്കം വരാൻ സാധ്യതയുണ്ട്. ചിലർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗത്തും ആം ഹോളിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ ചുളുക്കം കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡാണ്. ഒരു സാധാരണ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളുടെ കൈക്കുഴിക്ക് സ്ലീവിൻ്റെ ആ കൈക്കുഴി ചേരുന്ന ഭാഗത്തുമൊക്കെ ചുളുക്കം വരുന്നവർക്ക് ഇതൊന്ന് യൂസ് ചെയ്യാവേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പഴയ ക്ലോത്തിൽ കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ നല്ല ക്ലോത്തിൽ കട്ട് ചെയ്യാൻ നോക്കണേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചാർട്ട് പേപ്പറിലാണ് എല്ലാ അളവുകളും പറയുന്നത്. നമുക്ക് എത്രയാണോ ഷോൾഡർ അതിൻ്റെ നേരെ പകുതിയാണ് നമ്മളിതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 15 ഇഞ്ച് ഷോൾഡറിൻ്റെ അളവിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി നമ്മളിതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 15 പകുതിയായിട്ടുള്ള 7.5 നമ്മളിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ആം ഹോളിൻ്റെ അളവ് നമ്മളൊരു 6.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഷോൾഡർ 7.5 വന്നാൽ ആ 7.5 തന്നെ ചിലവർക്ക് കൊടുക്കാം. ചിലവരുടെ കേസിൽ നമുക്ക് ചിലപ്പം ആം ഹോൾ 6.5 മതിയേ. അപ്പോൾ നമ്മളുടെ ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ആണ് ചിലവർക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം അവനവൻ്റെ അളവ് എത്രയാണെന്ന് നോക്കി വേണം ചെയ്തോളാൻ. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഒരു അളവാണ് ഇവിടെ പറയുന്നത്. ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ആം ഹോൾ വരുന്നവരുടെ ആ അളവാണ് പറയുന്നത്. അതൊക്കെ നമ്മളുടെ അളവ് നമ്മൾ നോക്കി എടുത്തോണം. ഷോൾഡറിൻ്റെ അളവും ആം ഹോളിൻ്റെ അളവും ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇതിൻ്റെ മുന്നിലൊക്കെ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആം ഹോൾ ഭാഗത്ത് ഇങ്ങോട്ട് ഒരു സ്ലാൻ ലൈനിന് വേണ്ടി നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, അതായത് 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നമ്മളുടെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 42 ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10.5 ഇഞ്ചെന്ന് കിട്ടും. ആ 10.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വലിപ്പമുള്ളവർക്കാണ് നമ്മൾ ഈ ആം ഹോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അളവ് ഒരു 42 ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ ഇത് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. നമുക്ക് 2 ഇഞ്ച് വരെ വേണമെങ്കിൽ സീം അലവൻസ് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ പോർഷനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നെക്കെന്ന് നമുക്ക് അറിയാൻ വേണ്ടി. അത് നമ്മളുടെ ഒരു 3 ഇഞ്ച് വിഡ്ത്തും ഒരു 7 ഇഞ്ച് വരെ വേണമെങ്കിൽ ലെങ്തും ഒക്കെ കൊടുത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള നെക്ക് നമുക്ക് കൊടുക്കാവേ. ഇനിയും നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബിഗിനേഴ്സിനുള്ളൊരു ടിപ്പാണ്. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്ന് നമ്മൾ ആ സ്ലാൻ ലൈനായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച ആ ഭാഗത്തേക്ക് ഇതുപോലെ ചെരിച്ച് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ സാധാ ആം ഹോളാണ് വരയ്ക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് പിന്നീട് വരയ്ക്കാവേ. അതിനുശേഷം ഇതുപോലെ നമ്മൾ സീം അലവൻസും ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ആം ഹോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ നല്ല വണ്ണമുള്ളവർക്ക് കൈക്ക് ചുളുക്കം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ റഫായിട്ട് ഉള്ള ഒരു പഴയ ക്ലോത്തിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ നല്ല ക്ലോത്തിൽ ചെയ്യാവുള്ളൂ. എല്ലാവർക്കും ഇതൊന്നും ആപ്റ്റ് ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇവിടെ നിന്ന് അകത്തേക്കൊരു 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1.25 ഇഞ്ചാണ് നമ്മൾ അകത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആ സ്ലാൻ ലൈൻ വരച്ച് വെച്ചിരിക്കുന്ന പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെരിച്ച് നമ്മളിങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഈ ആം ഹോൾ കർവ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആം ഹോൾ കർവ് കൊടുക്കുകയാണ്. ഇത് ബാക്ക് ആം ഹോളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന്
നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുത്ത് അതാണ് നമ്മളിതാ ഇതുപോലെ ചെരിച്ച് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ താഴെ വരെ ആ 1.25 അടയാളപ്പെടുത്തിയിടം വരെ വേണ്ട, അതിൻ്റെ മിഡിൽ പോർഷൻ വഴിയാണ് നമ്മളുടെ ഈ 2 അളവുകളും പോകുന്നത്. അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ അളന്നതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ബാക്ക് ആം ഹോളാണ് നമ്മൾ എപ്പോഴും ഒരുമിച്ച് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഫ്രണ്ട് പീസ് മാത്രം എടുത്താണ് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് ആം ഹോൾ ഇതാ ഇത് കണ്ടോ, ഈ ഭാഗങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ കൈക്കുഴി നല്ല വണ്ണമുള്ളവർക്ക്, കുറച്ചധികം വണ്ണമുള്ളവർക്ക്, എപ്പോഴും ചുരുങ്ങിയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് പഴയ ക്ലോത്തിൽ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ നല്ല ക്ലോത്തിൽ ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് മാത്രമേ ഇവിടെ കാണിച്ചു തരുന്നുള്ളൂ. ഇതുപോലെ നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളുടെ ഒരു ചാർട്ട് പേപ്പർ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഒരു സ്ലീവേ ഇപ്പം കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ആം ഹോളിൻ്റെ ലെങ്ത് നമ്മൾ അളന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ആം ഹോൾ ലെങ്ത് അളന്ന് നോക്കുന്ന സമയത്ത് ബാക്ക് ആം ഹോളിൻ്റെ ലെങ്ത് ആണ് അളന്ന് നോക്കേണ്ടത്. അപ്പം നമ്മൾ ബാക്ക് ആം ഹോളിൻ്റെ ലെങ്ത് അളന്നതിന് ശേഷം ഫ്രണ്ടിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്, അല്ലാത്തവർക്ക് അതൊക്കെ പെട്ടെന്നൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അളന്ന് നോക്കിയപ്പോൾ 9 ഇഞ്ചാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സ്ലീവിനുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ക്ലോത്ത് എടുക്കുന്നത് പോലെ തന്നെ നമ്മളെടുത്ത് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ 9 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് സീം അലവൻസ് നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചാർട്ട് പേപ്പർ 1 ഇഞ്ച് കൊടുത്താൽ മതി. സീം അലവൻസ് 1/2 ഇഞ്ച് കുറച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ കറക്റ്റ് കാര്യം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ആ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുത്തന്നേ ഉള്ളൂ. നമുക്ക് അതിനുശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു 3.5 ഇഞ്ചാണ് നമ്മൾ ആം ഹോളിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തെ കർവ് കൊടുക്കുന്നത്. അത് നമ്മൾ 3.5 ഇഞ്ച് നമ്മളെപ്പോഴും ഈ സീം അലവൻസിൻ്റെ അവിടെ കൊടുത്താൽ മതിയേ. അതിനുശേഷം നമ്മളുടെ 9 ഇഞ്ചിലേക്ക്, അതായത് സീം അലവൻസ് വിട്ടുള്ള ആ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇല്ലേ, ഈ കോർണറിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗം നല്ല ഷാർപ്പ് ആവാതിരിക്കാൻ വേണ്ടി, ഒരു കർവോട് കൂടി വരാൻ വേണ്ടിയാണ് നമ്മൾ ആ 1 ഇഞ്ച് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇത് ഒരു ബിഗിനേഴ്സിനുള്ള ഒരു ടിപ്പാന്നുള്ളതേ ഉള്ളേ. അതിനുശേഷം ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ വരച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ആ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്താലും മതിയേ. അല്ലാത്തവർക്ക്, സ്ഥിരം ചെയ്യുന്നവർക്ക് ഇത് ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് അങ്ങ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആ കറക്റ്റ് 9 ഇഞ്ചാണോ കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പം നമ്മൾക്ക് ഇങ്ങനെ അത് കറക്റ്റാകും. ഇതാണ് നമ്മളുടെ ബാക്ക് ഭാഗം. ഇനി അവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മളുടെ ഫ്രണ്ട് ആം ഹോളിനുള്ള ഭാഗവും ആകുക, സ്ലീവിൻ്റെ ഭാഗവും ആകും. ഇനി നമുക്ക് നമ്മളുടെ ഇവിടെ എടുത്തിരിക്കുന്ന ലെങ്ത് 14 ഇഞ്ചാണ്. അപ്പം ലെങ്ത് എടുക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ഇഞ്ചാണ് ബോട്ടം ഭാഗത്ത് ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അത് ഇതുപോലെ നമ്മളിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ബോട്ടം ഭാഗത്ത് എത്രയാണോ നമുക്ക് വിഡ്ത്ത് വേണ്ട ആ വിഡ്ത്ത്, മിക്കവാറും ഒരു 5.5-6 ഇഞ്ചൊക്കെയാണ് കൊടുക്കേണ്ടത്. അതും പിന്നെ നമ്മൾ മേൽഭാഗത്ത് എത്രയാണോ സീം അലവൻസ് കൊടുത്ത് അതേ സെയിം സീം അലവൻസും കൊടുത്ത് ഇതുപോലെ വരച്ചെടുത്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ആം ഹോളിൻ്റെ ആ ഭാഗമാണ് ആദ്യമേ നമ്മൾ വരച്ച ആ ബാക്കിൽ നിന്ന് എഴുതിയ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിവർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ. അപ്പോഴേ അത് നല്ല ഫ്രണ്ട് പോർഷന് വേണ്ടിയുള്ളതാണ് നമ്മളിതാ
ഇങ്ങനെ ഈ 1/2 ഇഞ്ച് കർവ് ഇങ്ങനെ കൊടുക്കുന്നത്, ഒന്ന് കുഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡൊന്നും അല്ല നമ്മളിവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് വണ്ണമുള്ളവർക്ക് കൈക്ക് ചുളുക്കമൊക്കെ ഒരുപാട് വരുന്നവർക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു മെത്തേഡ് പഴയ ക്ലോത്തിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയ ക്ലോത്തിലേക്ക് ചെയ്യാവുള്ളൂ. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.